ഞാനൊരു കഥ പറയാം. അന്ന് ഞാൻ ന്യൂസിലൻഡിൽ വന്നിട്ട് 10 ദിവസത്തിൽ താഴെ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പുതിയ രാജ്യം, അങ്ങനെ അധികം ആരെയും അറിയില്ല, കയ്യിൽ ഒരുപാട് കാശുമില്ല. എനിക്ക് ആദ്യം കിട്ടിയ ജോലി പിസ്സ ഡെലിവറിയുടെ ജോലിയായിരുന്നു. ഞാൻ ഇപ്പം താമസിക്കുന്ന ടൗണിൽ നിന്നും മാറി കുറച്ചും കൂടെ ഉള്ളിലേക്കുള്ള ഒരു ചെറിയ ടൗണിലാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. എനിക്ക് അന്ന് അതൊരു വലിയ കാര്യമായിരുന്നു. ഒരു അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് പോലും കണ്ടുപിടിച്ച് തുടങ്ങുന്ന സമയം. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഓർഡർ വന്നു ഒരു അഡ്രസ്സിലേക്ക്. ഞാൻ പിസ്സയും എടുത്ത് എൻ്റെ കാറിൽ കയറി ആ അഡ്രസ്സിലേക്ക് ഞാൻ പോയി. പക്ഷേ പോയ വഴി ആളുകൾ ഇങ്ങനെ കുറഞ്ഞു വന്നു. ലൈറ്റുകൾ കുറഞ്ഞു, ദൂരെ അവിടെ ഇവിടെയും ചില വീടുകൾ മാത്രം കാണാം. അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. കംപ്ലീറ്റ്ലി റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് എത്തി. അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് ആ അഡ്രസ്സിൽ എത്തിയപ്പോൾ അവിടെ ഒന്നുമില്ല. അങ്ങനെ ഒരു വീടില്ല, ആളില്ല, അവിടെ ഒന്നുമില്ല. കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം. തൊട്ടപ്പുറത്ത് ചില വീടുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലമുണ്ട്. പക്ഷെ രാത്രി ആയതുകൊണ്ട് അവിടെ ആളുകളൊന്നുമില്ല. ആ ഒരു സെക്കൻഡിൽ തന്നെ എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നി ഇതെന്തോ പ്രശ്നമാണ്. ഞാൻ അധികം ആലോചിച്ച് നിന്നില്ല. പിസ്സയും എടുത്ത് ഓടി ഞാൻ എൻ്റെ കാറിലേക്ക് തിരിച്ചു ചെന്നു. ഒരു 2 സെക്കൻഡ് കാറിലിരുന്ന് ഞാൻ ചിന്തിച്ചതിന് ശേഷം അധികം ആലോചിക്കാതെ ഞാൻ തിരികെ കടയിലേക്ക് പോയി. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്താണ് അന്ന് സംഭവിച്ചത് എന്ന്. ഇന്ന് ഏകദേശം എനിക്കറിയാം. ഇതിനൊരു പേരുണ്ട്, ഫേക്ക് ഡെലിവറി ട്രാപ്പ്. ഒരു ഫേക്ക് ഓർഡർ വെച്ച് ഒരു റിമോട്ട് അഡ്രസ്സിലേക്ക് ഡെലിവറി ചെയ്യുന്ന ആളെ വിളിച്ചു വരുത്തി റോബ് ചെയ്യാൻ, അതല്ലെങ്കിൽ അതിലും മോശമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ. ഞാനന്ന് ലക്കി ആയിരുന്നു, ഞാൻ ഓടി. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഫിലാഡൽഫിയയിലെ അൻഷുൽ കുഞ്ച എന്ന 28 വയസ്സുള്ള ഇന്ത്യൻ, അതേ പിസ്സ ഡെലിവറി, മറ്റൊരു ഫേക്ക് അഡ്രസ്. അദ്ദേഹം ഓടിയില്ല, അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. A shocking shooting has claimed the life of an Indian national from Telangana. All of 28 years old Anshul Kuncha, who worked part-time as a pizza delivery agent in Philadelphia, was shot dead while delivering what is believed to have been a fake order. ഈ വാർത്ത ഞാൻ ആദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഞാനും അദ്ദേഹവും തമ്മിലുള്ള ആകെ ഒരു വ്യത്യാസം ലക്ക് മാത്രമാണ്. ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പുറത്തേക്ക് പോകുന്ന, അതല്ലെങ്കിൽ എബ്രോഡ് സ്റ്റുഡൻ്റ് ആയിട്ട് പോകുന്ന ആളുകളുടെ ഇൻസ്റ്റഗ്രാം സൈഡിനെ പറ്റിയല്ല. അങ്ങനെ അധികം ആരും പറഞ്ഞു കാണാത്ത ഇതിൻ്റെ ഒരു മറുവശമാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം വരെ കാണണം. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം മേ ബി ഈ വീഡിയോയുടെ അവസാനത്തോടു കൂടി നിങ്ങൾക്ക് കിട്ടിയേക്കാം. നമ്മളിൽ മിക്ക ആളുകളും വളർന്നു വന്നത് ഒരു കഥ കേട്ടിട്ടാണ്. കേരളത്തിലധികം സ്കോപ്പ് ഒന്നുമില്ല, എബ്രോഡ് പോയാൽ നല്ല സാലറി, നല്ല ലൈഫ്, പിന്നെ PR, പിന്നെ സിറ്റിസൺഷിപ്പ്, സെറ്റിൽഡ് ആകും എന്നൊക്കെ. ഈ കഥ ഒരു കാലത്ത് വളരെയധികം ശരിയായിരുന്നു. 2010 മുതൽ 2020 വരെയൊക്കെ. അന്ന് ഒരു ഗോൾഡൻ വിൻഡോ ആയിരുന്നു. ഇപ്പോഴും അത് മുഴുവനായി അടഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അന്ന് കാനഡയിലേക്ക് ഒക്കെ ഒരുപാട് ആളുകളെ വേണമായിരുന്നു. വർക്ക് പെർമിറ്റ് ഒക്കെ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. PR-ഉം കുറെ കൂടിക്ക് എളുപ്പമായിരുന്നു. അപ്പൊ പലപ്പോഴും നമ്മൾ ഇവരുടെ കഥകളാണ് ഇൻസ്റ്റഗ്രാമിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും ഒക്കെ കാണുന്നത്. ആ കഥ കണ്ട് ചിലപ്പോൾ ഇന്നത്തെ നമ്മൾ പറ്റിക്കപ്പെട്ടേക്കാം. കാരണം നമ്മൾ കേൾക്കുന്ന കഥ അവർ പോയ കാലത്തെ കഥയാണ്. ഇന്ന് ലോകം മാറി, റൂൾസ് മാറി, ജോബ് മാർക്കറ്റ് മാറി, സേഫ്റ്റി മാറി. പക്ഷെ കൺസൾട്ടൻസികളും അയൽപക്കത്തെ ആളുകളും ഇപ്പോഴും പറയുന്ന ആ പഴയ കഥ. വൈ? സിമ്പിൾ ആണ്. കൺസൾട്ടൻസിക്ക് കമ്മീഷൻ വേണം, ആളുകൾക്ക് എങ്ങനെയെങ്കിലും നാട് വിടണം. അയൽപക്കത്ത് ഒരാൾ പോയി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആ വഴി ഇന്ന് ബുദ്ധിമുട്ടാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പോലും നമ്മൾ തയ്യാറാവുന്നില്ല. സോ നമ്മളൊരു 35 ലക്ഷം രൂപയുടെ ഡിസിഷൻ എടുക്കുന്നു, പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട്. അവിടെ തുടങ്ങുന്നു നമ്മുടെ ട്രാപ്പ്. ഇന്ന് ഞാൻ 3 കോസ്റ്റുകളെ പറ്റി പറയാൻ പോകുന്നു. ഈ 3ഉം ആരും പറയില്ല. ദി മണി കോസ്റ്റ്, ദി സേഫ്റ്റി കോസ്റ്റ്, പിന്നെ ഏറ്റവും വലുത് ദി മൈൻഡ് കോസ്റ്റ്. അപ്പൊ ആദ്യത്തെ കോസ്റ്റ്, പണം. ആളുകൾ പോകുന്നതിന് ഒരു കാരണമുണ്ട്. അത് വെറും ഒരു ട്രെൻഡ് അല്ല. കേരള മൈഗ്രേഷൻ സർവേ 2023 കേരള ഗവൺമെന്റിന്റെ തന്നെ ഒഫീഷ്യൽ സ്റ്റഡിയാണ്. അവിടെ പറയുന്നുണ്ട് സ്റ്റുഡൻസിന്റെ മൈഗ്രേഷൻ 2018 1.3 ലാക്സ് ആയിരുന്നു. 2023 അത് 2.5 ലാക്സ് ആയിട്ട് കൂടി. 5 വർഷം കൊണ്ട് അത് ഡബിൾ ചെയ്തു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ, കേരളത്തിലെ ജോബ് റിയാലിറ്റി. എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ് ഒരാൾക്ക് എൻട്രി ലെവൽ പ്രൈവറ്റ് ജോബിൽ മാസം 15,000 രൂപ പോലും കിട്ടുന്നില്ല. PSCക്ക് ലക്ഷക്കണക്കിന് ആപ്ലിക്കൻസ്, വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ്. ആ ഫ്രസ്ട്രേഷനാണ് ടിക്കറ്റ് ബുക്കിംഗിലേക്ക് ചെന്നെത്തുന്നത്. പിന്നെ ലോൺ കിട്ടാൻ ഇന്ന് വളരെ എളുപ്പമാണ്. ഇതാണ് ഇതിന്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള പാർട്ട്. എബ്രോഡ് സ്റ്റഡീസിന് ഇന്ത്യൻ സ്റ്റുഡൻസ് എടുക്കുന്ന ആവറേജ് എഡ്യൂക്കേഷൻ ലോൺ 2023-2024 ഡാറ്റ പ്രകാരം ഏകദേശം 25 മുതൽ 35 ലക്ഷം രൂപ വരെയാണ്. ലിവിംഗ് എക്സ്പെൻസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് 40 തൊട്ട് 50 ലക്ഷം രൂപ വരെ പോയേക്കാം. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ചിന്തിക്കുന്നത് എന്താണ്? EMI ആയിട്ട് അടച്ചാൽ മതിയല്ലോ എന്നാണ്. വീട് പണയം വെക്കും, കയ്യിലുള്ള പണം എല്ലാം എടുക്കും, ചിലപ്പോൾ ഒരു പേഴ്സണൽ ലോണും കൂടെ അതിന്റെ മുകളിൽ എടുക്കും. നമ്മളെല്ലാം ചിന്തിക്കുന്ന കാര്യം ഒന്ന് തന്നെ ആയിരിക്കും. അവിടെ ചെന്നിട്ട് എങ്ങനെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് കണ്ടെത്തി ഈ ലോൺ തിരിച്ചടയ്ക്കാം എന്നായിരിക്കും. പക്ഷെ ശരിക്കുള്ള കഥ അങ്ങനെയാണോ? ഒരു ഷോക്കിംഗ് നമ്പർ ഞാൻ പറയാം. RBIയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പ്രകാരം എഡ്യൂക്കേഷൻ ലോണിന്റെ NPA റേറ്റ് ആണ് ലോണുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ, 3.6%. ഹോം ലോൺ വെറും 1.1% ആണ്. വാഹനത്തിന്റെ ലോൺ വെറും 1.3% ആണ്. ക്രെഡിറ്റ് കാർഡിന്റെ ലോൺ പോലും 1.8% ആണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കോസ്റ്റ്. ഈ കോസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ
ഇത് വലിയ കോസ്റ്റ് ആണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഏറ്റവും ചെറിയ കോസ്റ്റ്. കാരണം പണം നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചുണ്ടാക്കാം. അടുത്ത 2 കോസ്റ്റ് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കാത്ത നഷ്ടങ്ങളാണ്. ഇനി രണ്ടാമത്തെ കോസ്റ്റ്, സേഫ്റ്റി. ഞാൻ വീഡിയോ തുടങ്ങിയത് ഇത് പറഞ്ഞുകൊണ്ടാണ്, ആ പിസ്സ ഡെലിവറി ട്രാപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ട്. അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു പാറ്റേൺ ആണ്. അൻഷുൽ കുഞ്ച ഫിലാഡൽഫിയയിൽ കഴിഞ്ഞ ആഴ്ച ഫേക്ക് അഡ്രസ് വേക്കന്റ് പ്രോപ്പർട്ടി വെടിവെച്ചു കൊന്നു. അദ്ദേഹത്തിന്റെ സഹോദരി മാധ്യമങ്ങളോട് പറഞ്ഞത് മക്കളെ US-ലേക്ക് അയക്കുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കണം എന്നാണ്. ഇത് കേട്ട് നമ്മൾ പാനിക് ആവാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇതിവിടെ പറയുന്നത്. ആ ഒരു കാര്യം നമ്മളെല്ലാം അറിയണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെ മാത്രമാണ്. ഇനി ഇത് മാത്രമല്ല, ഗുർവിന്ദർ നാഥ് കാനഡയിൽ ഇതേ പാറ്റേൺ, ഒരു പിസ്സ ഓർഡർ ഒരു സ്പെസിഫിക് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി കാർ ജാക്കിംഗ് ചെയ്ത് കൊന്നു. പോലീസ് തന്നെ പറയുന്നുണ്ട് ആ ഓർഡർ വെച്ച് അദ്ദേഹത്തെ ആ സ്ഥലത്തേക്ക് ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്ന്. പിന്നെ ടൊറന്റോയിൽ ഒരു സ്റ്റുഡന്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനടുത്ത് വെച്ച് വെടിയേറ്റ് മരിക്കുന്നു. വാൻകൂവറിൽ ചിരാഗ് ആന്റിൽ കാറിനുള്ളിൽ വെച്ച് വെടിയേറ്റ് മരിക്കുന്നു. ഇതെല്ലാം ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, നമ്മളെ പോലെയുള്ള എന്നെ പോലെയുള്ള കുട്ടികൾ. ഞാനിവിടെ ഒരു കാര്യം ഓണസ്റ്റ് ആയിട്ട് പറയാം, കാരണം ഞാൻ വീണ്ടും പറയുന്നു, ഈ ചാനലിൽ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ പേടിപ്പിച്ച് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ല ശ്രമിക്കുന്നത്. ഈ വയലന്റ് അറ്റാക്കുകൾ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, അബ്രോഡ് പോകുന്ന സ്റ്റുഡൻസിലെ ഏറ്റവും കൂടുതൽ ഡെത്തിന്റെ കോസ് ഈ വയലന്റ് അറ്റാക്കുകളാണോ? അല്ല. ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അവർ പാർലമെന്റിൽ ഒരു ഡേറ്റ കൊടുത്തു. 2018 മുതൽ 2024 വരെ എബ്രോഡ് മരിച്ച ഇന്ത്യൻ സ്റ്റുഡൻസ് ആകെ 842 പേർ. അതിൽ വയലന്റ് അറ്റാക്ക് കൊണ്ട് മരിച്ചത് 35 പേരാണ്, ഏകദേശം 4%. ബാക്കി 96%, അതായത് 807 ആളുകൾ അവർ ഈ വയലന്റ് അറ്റാക്ക് കാരണമല്ല മരിച്ചത്. മെഡിക്കൽ കോസസ്, ആക്സിഡന്റ്സ്, പിന്നെ സൂയിസൈഡ്. അപ്പൊ ഇതാണ് റിയാലിറ്റി. ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനെ എബ്രോഡ് എപ്പോഴും കൊല്ലുന്നത് ഒരു വെടിയുണ്ടൊന്നും അല്ല. ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നത് ഒരു ശബ്ദവുമില്ലാത്ത ഒരു കാര്യമാണ്. അതാണ് മൂന്നാമത്തെ കോസ്റ്റ്. അതാണ് ഏറ്റവും വലുത്. യെസ്, ആ ഏറ്റവും വലിയ കോസ്റ്റ് ഇതാണ്. പക്ഷേ ഇതാരും ഇൻസ്റ്റഗ്രാമിൽ ഇടാറില്ല, ഇട്ട് കാണാറുമില്ല. ഞാൻ എൻ്റെ ന്യൂസിലൻഡിലെ ആദ്യ ദിവസങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ പിസ്സ ട്രാപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഒരിക്കൽ മാത്രം ഞാൻ നേരിടേണ്ടി വന്ന ഒരു കാര്യം. അതിലും വലിയ കാര്യം എന്തായിരുന്നു? ഏകാന്തതയായിരുന്നു. പുതിയ രാജ്യം, ആരെയും അറിയില്ല. വീട്ടിലേക്ക് വിളിച്ചാൽ അവർക്ക് ടെൻഷൻ ആകുമോ എന്ന് കരുതി നമ്മൾ ഒന്നും പറയില്ല. ഞാൻ വീട് പണയം വെച്ചല്ല വന്നത്, അതിനേക്കാളും റിസ്ക് ഉള്ള ലോണുകൾ എടുത്താണ് ഞാൻ വന്നത്. എന്നെ പോലെ തന്നെ ഇത് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. ഇനി അതല്ലാതെ വീടോ സ്വർണമോ ഒക്കെ പണയം വെച്ച് കയറി വന്ന ആളുകളും ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരിക്കലും നമുക്ക് വീട്ടിൽ വിളിച്ച് എനിക്കിവിടെ ബുദ്ധിമുട്ടാണ് എന്ന് എളുപ്പത്തിൽ പറയാൻ പറ്റില്ല. അതൊരു വലിയ മാനസിക ഭാരമാണ്. ഒരു സ്റ്റുഡന്റ് എബ്രോഡ് പോകുമ്പോൾ അവർ ഒറ്റയ്ക്കാകുന്നു. ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ പാചകം ചെയ്യുന്നത്, ആദ്യമായിട്ട് ബിൽസ് എല്ലാം അടച്ചു തുടങ്ങും, ആദ്യമായിട്ട് ആരുമില്ലാത്തൊരവസ്ഥ. പകല് സ്കൂളിലോ കോളേജിലോ പോകണം, പഠിക്കണം, ചിലപ്പോൾ രാത്രി ആയിരിക്കും ജോലിക്ക് പോകുന്നത്, ലോൺ അടയ്ക്കണം, റെന്റ് കൊടുക്കണം, വലിയ ബുദ്ധിമുട്ടുകൾ. സർവൈവൽ ജോലിയായിട്ട് പിസ്സ ഡെലിവറി, വെയർ ഹൗസ്, ഗ്യാസ് സ്റ്റേഷൻ, ഇതൊക്കെ ചെയ്യും. അതിലൊന്നും തെറ്റില്ല, കാരണം ഈ ജോലിയൊക്കെ ചെയ്യാൻ പഠിക്കുന്നതും ജോലിയൊക്കെ ചെയ്യുന്നതും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ ഭാരം ആ വീട്ടിലുണ്ടാക്കി വെച്ച ലോണും അതിലും വലിയ ഭാരം എക്സ്പെക്ടേഷൻസുമാണ്. ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് കയറി പോയാൽ തന്നെ എല്ലാവരും കരുതി തുടങ്ങുന്നു അവൻ ഓൾറെഡി സെറ്റിൽഡ് ആണ്. ആര് ചോദിച്ചാലും സുഖമാണ് എന്ന് തന്നെ പറയണം. ഉള്ളിൽ തകർന്നാലും വിജയം തന്നെ കാണിക്കണം. ശരിക്കുള്ള ജീവിതവും ഇൻസ്റ്റഗ്രാമിൽ കാണിക്കേണ്ട ജീവിതവും തമ്മിലുള്ള ഗ്യാപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. ഉള്ളിലുള്ള ഏകാന്തതയും അതേപോലെ തന്നെ കൂടും. ഇതാണ് പലരെയും ഇല്ലാതാക്കുന്നത്. അപ്പൊ ഞാനിത് പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാനല്ല. ഞാനിത് പറയുന്നത് ഈ വീഡിയോ കാണുന്ന ഒരാൾ അബ്രോഡ് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരറിയണം, ഇത് അവരുടെ കുറ്റമല്ല, ഇത് അവരുടെ വീക്ക്നെസ്സും അല്ല. പുതിയൊരു രാജ്യത്ത് സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ ഫിനാൻഷ്യൽ പ്രഷറിൽ ഒറ്റയ്ക്ക് ഇതേപോലെ ആർക്കും സംഭവിക്കാം. ഇനി നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെയാണ് ഇതേപോലെ സ്റ്റുഡന്റ് ആയിട്ട് പുറത്തു പോയത് എങ്കിൽ അവർ ഓൾറെഡി സെറ്റിൽഡ് ആണ്, അവരുടെ ലൈഫൊക്കെ അടിപൊളിയാണ് എന്ന് കരുതാതെ ഇടയ്ക്ക് അവരെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഓൾറെഡി എബ്രോഡ് ആണ്, നിങ്ങൾക്ക് ഈ ഫീലിംഗ് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുക. വീട്ടിൽ വിളിച്ച് തുറന്ന് സംസാരിക്കുക. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയം മാത്രമല്ല വേണ്ടത്, നിങ്ങളെയാണ് അൾട്ടിമേറ്റ്ലി വേണ്ടത്. മിക്ക യൂണിവേഴ്സിറ്റികളിലും കൗൺസിലേഴ്സ് ഉണ്ട്, ഫ്രീ ആയിട്ട് നമുക്ക് അവരോട് സംസാരിക്കാം. ഇനി നിങ്ങൾ കേരളത്തിലാണോ എങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന പല ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും ഉണ്ട്. ആ നമ്പേഴ്സ് ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെയും വിളിക്കാം. ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു PR-ഉം ഒരു ഡിഗ്രിയും ഒരു ലോണും ഒന്നും ഒരു ജീവനേക്കാൾ വലുതല്ല. ഇനി കുറച്ചും കൂടെ ഡീപ്പറായിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഈ 3 കോസ്റ്റും ഇത് പുതിയ ഒരു കോണ്ടെക്സ്റ്റിലാണ് നടക്കുന്നത്. ലോകം മാറി. 10 വർഷം മുമ്പ് ഈ റിസ്കുകൾ എടുത്താൽ ഒരു വലിയ റിവാർഡ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും PR കിട്ടിയത് ഈസി ആയിട്ടാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതല്ലെങ്കിൽ കിട്ടിയവരുടെയൊക്കെ ഹാർഡ് വർക്കിനെ ഞാൻ ചെറുതാക്കി കാണുകയല്ല. മൊത്തത്തിലെ വേൾഡിന്റെ ആ ഒരു ഡയറക്ഷനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ ആ റിവാർഡ് ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അപ്പുറത്ത് റിസ്ക് അതേപടി തന്നെ നിൽക്കുന്നു.
കാനഡയിൽ 2026 സ്റ്റുഡൻസ് പെർമിറ്റിന് അവർ ക്യാപ്പ് വെച്ചിട്ടുണ്ട്. 2023 6.8 ലക്ഷമാണ് എങ്കിൽ 2025 അത് 4.37 ലക്ഷമാണ്. 35% കുറഞ്ഞു. ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഡബിൾ ആക്കി. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് ഇപ്പോൾ പല കോളേജുകളും പല രാജ്യങ്ങളിലും കൊടുക്കുന്നില്ല. അതിന്റെ റിസൾട്ട് എന്താണ്? ഏകദേശം 2 ലക്ഷം ഗ്രാജുവേറ്റ്സ് 2024-25 ഡീപ്പോർട്ടേഷൻ റിസ്കിലാണ് നിന്നത്. പല ആളുകളും പല സ്ഥലത്തും പ്രൊട്ടസ്റ്റ് ഒക്കെ ചെയ്തു. UK 2025 ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഗ്രാജുവേറ്റിന്റെ വിസ 2 വർഷത്തിൽ നിന്നും 18 മാസമായിട്ട് കുറച്ചു. മാസ്റ്റേഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ ഫാമിലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സെറ്റിൽ ആകാനുള്ള ടൈം ലൈൻ 5 വർഷത്തിൽ നിന്നും 10 വർഷമായിട്ട് കൂട്ടാനുള്ള പ്രപ്പോസൽ. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ പല രാജ്യത്തും നമ്മൾ എടുക്കുന്നത് ഒരു അസിമെട്രിക് ബെറ്റ് ആണ്. വിൻ ചെയ്താൽ നല്ല കാര്യം, നല്ല ജോബ്, PR, സെറ്റിൽ ആവാം. ഇതിപ്പോഴും ഉണ്ട്, ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. പല ആളുകൾ അത് നേടുന്നുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ആ ഗെയിമിൽ ലൂസ് ആയാൽ 35 ലക്ഷം ലോൺ, സർവൈവൽ ജോബ്, റൂൾ മാറിയത് കാരണം PR അല്ല, സേഫ്റ്റി റിസ്കുകൾ, ഏകാന്തത, ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരേണ്ടി വന്നാൽ ഒരു ഫോറിൻ ഡിഗ്രി ഉണ്ട്. പക്ഷെ കേരളത്തിൽ ആ ഫോറിൻ ഡിഗ്രി കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. EMI നമ്മുടെ കയ്യിൽ ഓൾറെഡി കാണും. നാട്ടിൽ ഒരു ജോലി ചെയ്തുകൊണ്ട് വേണം അത്രയും വലിയ ലോൺ അടയ്ക്കാൻ. ചിലപ്പോൾ വീട് പോലും പണയത്തിലായിരിക്കാം. വിൻ ചെയ്താൽ ഒരു നല്ല ലൈഫ്, ലൂസ് ചെയ്താൽ ഒരു ഡെക്കേഡിലേക്ക് അടയ്ക്കാനുള്ള കടവും, നേരത്തെ പറഞ്ഞ പോലെ കടമല്ലാത്ത അതിനേക്കാളും വലിയ കോസ്റ്റുകളുമായിരിക്കും ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ അസിമെട്രി എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഈ ബെറ്റ് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. ബ്ലൈൻഡ് ആയിട്ട് ഡൗൺ സൈഡ് മനസ്സിലാക്കാതെ എല്ലാം പണയം വെച്ച് എടുക്കുന്നതാണ് തെറ്റ്. ഒരു സ്മാർട്ട് ആയിട്ടുള്ള ബെറ്റും ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഗാംബിളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിന്റെ വ്യത്യാസം ഡൗൺ സൈഡിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതാണ്. ഈ എബ്രോഡ് പോയുള്ള പഠനത്തിനെ ബാങ്കുകളും യൂണിവേഴ്സിറ്റികളും കൺസൾട്ടൻസികളും എല്ലാ കാലത്തും പ്രൊമോട്ട് ചെയ്യും. നമ്മൾ ഒരു രീതിയിൽ ചിന്തിച്ചാൽ ഇത് ഡിസൈൻ ചെയ്തത് തന്നെ അവരെ റിച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ആളുകളും ഇതിന്റെ അപ്സൈഡ് മാത്രമായിരിക്കും പറയുന്നത്. ഡൗൺ സൈഡ് അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പല ആളുകളോട് സംസാരിക്കാനും ശ്രമിക്കണം. ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് പോസിറ്റീവ് സൈഡ് മാത്രം കേട്ടുകൊണ്ട് ഇറങ്ങരുത്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അബ്രോഡ് പോകരുത് എന്നല്ല ഞാൻ പറയുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സേഫ്റ്റി ഫസ്റ്റ്. നമ്മളെല്ലാവരും ഇതേപോലെ സ്റ്റുഡൻ്റ് ആയി ചെല്ലുന്ന സമയത്ത് സർവൈവൽ ജോബുകളായിരിക്കും ചെയ്യുന്നത്. ഇതേപോലെ പല പാറ്റേൺസിലും നമ്മളെ അവിടെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും തരത്തിൽ ഇത് ശരിയല്ല എന്ന് തോന്നിയാൽ ഓടി രക്ഷപ്പെടുക. ആരുമായിട്ടും അടിയുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും നിൽക്കരുത്. ഇതൊന്നും നമ്മുടെ ജീവനേക്കാളും വലുതല്ല. നമ്മുടെ ഇൻസ്റ്റിങ്സിനെ വിശ്വസിക്കുക, ആക്ട് ചെയ്യുക. ഇനി രണ്ടാമത് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്തിനെ ഒരു ലക്ഷറി ആയിട്ട് കാണരുത്. പോകുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും തന്നെ യൂസ് ചെയ്ത ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പേരൊന്നും വേണമെന്നില്ല, കുറച്ച് പേരെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് നമ്മൾ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നതും ഒരു ചെറിയ സപ്പോർട്ട് സിസ്റ്റം ഉള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നതും രണ്ടും വലിയ വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. ഇനി മൂന്നാമത് ഡൗൺ സൈഡ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എല്ലാം തെറ്റി ഞാൻ തിരിച്ചു വന്നാൽ ഈ ലോൺ ഞാൻ എങ്ങനെ അടയ്ക്കും? എന്റെ മെന്റൽ സ്റ്റേറ്റിനെ എങ്ങനെയായിരിക്കും അത് അഫക്ട് ചെയ്യാൻ പോകുന്നത്? ഈ ചോദ്യത്തിനൊന്നും ഉത്തരവില്ല എങ്കിൽ, ഇനി ആകെയുള്ളൊരു വീട് പണയം വെച്ചാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ആ ബെറ്റ് വളരെ റിസ്കിയാണ് എന്ന് മനസ്സിലാക്കുക. നാലാമത് കറണ്ട് റൂൾ വെച്ച് റിസർച്ച് ചെയ്യുക. പണ്ട് രക്ഷപ്പെട്ടു പോയ നെയ്ബറിന്റെ കഥയോ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന സ്റ്റോറിയോ അല്ല നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്. മുഴുവനായും ഒരു കൺസൾട്ടൻസി പറയുന്നതും നിങ്ങൾ കേൾക്കണം എന്നില്ല. ഓരോ രാജ്യത്തിന്റെയും ഒഫീഷ്യൽ സൈറ്റിൽ കയറി നോക്കുക. കാനഡ ആണെങ്കിലും UK ആണെങ്കിലും US ആണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവരുടെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഈ വർഷത്തെ റൂൾ എന്താണ്, റിക്വയർമെന്റ് എന്താണ്, ഫിനാൻഷ്യൽ റിക്വയർമെന്റുകൾ എന്താണ്, നിങ്ങൾക്ക് എത്ര നാൾ ഇവിടെ നിൽക്കാം, ദീർഘകാലം നിൽക്കണമെങ്കിലുള്ള റൂൾ എന്താണ്, പബ്ലിക് കോളേജുകളും യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പൊ ഇനി അവസാനമായി, ഞാൻ വളരെ ഇരുണ്ട ആ റിമോട്ട് റോഡിൽ നിന്ന് ഓടിയ ദിവസം എനിക്കന്ന് അറിയില്ലായിരുന്നു ഞാനന്ന് എത്ര ലക്കി ആയിരുന്നു എന്ന്. പക്ഷെ ഇന്ന് എനിക്കത് അറിയാം. കാരണം എന്നെ പോലെ ഓടാത്ത, എന്നേക്കാൾ ലക്കി അല്ലാത്ത ഒരുപാട് പേരുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും അവരെല്ലാം കൊടുക്കേണ്ടി വന്നത് അവരുടെ ജീവനാണ്. എബ്രോഡ് പോയി പഠിക്കുക, എബ്രോഡ് പോയി സെറ്റിൽ ആക്കുക എന്നത് പല ആളുകളുടെയും ഡ്രീം ആയിരിക്കാം. ഒരുപാട് പേർക്കും അത് സാധ്യമായ ഡ്രീം ആയിരിക്കാം. പക്ഷെ ഇന്നത്തെ ലോകത്ത് അതൊരു ഇൻഫോംഡ് ഡിസിഷൻ ആയിരിക്കണം. ഒരിക്കലും ഒരു ഡെസ്പറേറ്റ് ഗാമ്പിൾ ആകരുത്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ തുറന്നു തന്നെ പോവുക. പണം എത്രയാണ് എന്നറിഞ്ഞ് സേഫ്റ്റിയെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു രാജ്യവും കംപ്ലീറ്റ്ലി സേഫ് അല്ല എന്ന തിരിച്ചറിവോടുകൂടി നിങ്ങളുടെ മൈൻഡിന്റെ ഹെൽത്തിനെയും പ്രൊട്ടക്ട് ചെയ്ത് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഫാമിലിക്കോ ഫ്രണ്ടിനോ പുറത്തു പോകാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ മറ്റൊരു രാജ്യത്ത് സ്റ്റുഡന്റ് ആയിട്ട് പോയിട്ടുണ്ട് എങ്കിൽ അവരെയൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു സിഗ്നൽ ആയിട്ടും കൂടെ ഈ വീഡിയോ കൺസിഡർ ചെയ്യുക. പുറത്തു പോയ പല ആളുകളും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ യഥാർത്ഥ എക്സ്പീരിയൻസും താഴെ പറയുക. മറ്റുള്ളവർക്കും അത് സഹായമാവട്ടെ. വീഡിയോയെ പറ്റി മോശം അഭിപ്രായം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴെ പറയുക. അതെല്ലാം കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ റെഫറൻസുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും വായിച്ചു നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.